ഇറാന്റെ സൈനിക കരുത്തായ IRGCയുടെ പ്രധാന കമാൻഡർമാരെയും തന്ത്രപ്രധാനമായ തീരുമാനങ്ങളെടുക്കുന്ന രാഷ്ട്രീയ ഉദ്യോഗസ്ഥരെയും ലക്ഷ്യം വെച്ചാണ് മിസൈൽ ആക്രമണങ്ങൾ നടന്നത്. ടെഹ്റാനിലെ അതീവ സുരക്ഷാ മേഖലയിലുള്ള സർക്കാർ കെട്ടിടങ്ങളും സൈനിക ആസ്ഥാനങ്ങളും തകർക്കപ്പെട്ടതായാണ് വിവരം. തങ്ങളുടെ നേതാക്കൾ കൊല്ലപ്പെട്ടതിന് പ്രതികാരമായി ഇറാൻ ഏകദേശം 400-ലധികം ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രയേലിന് നേരെ പ്രയോഗിച്ചു. ടെലവീവ്, ഹൈഫ തുടങ്ങിയ നഗരങ്ങളിൽ വ്യോമാക്രമണ സൈറണുകൾ മുഴങ്ങുന്നതായും ആളുകൾ ബങ്കറുകളിൽ അഭയം പ്രാപിച്ചതായും റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാനിലെ പ്രമുഖ സൈനിക നേതാക്കളും ഭരണകൂടത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥരും ഈ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ ഇറാന്റെ ഭാഗത്തു നിന്ന് കൊല്ലപ്പെട്ടവരുടെ കൃത്യമായ പേര് വിവരങ്ങൾ ഇതുവരെ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല. ഇറാൻ ഭരണകൂടത്തിന്റെ അടിത്തറ ഇളക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സർജിക്കൽ സ്ട്രൈക്കുകൾ നടത്തിയതെന്ന് അമേരിക്കൻ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. തങ്ങളുടെ പ്രമുഖ നേതാക്കൾ കൊല്ലപ്പെട്ടതിന് കനത്ത തിരിച്ചടി നൽകുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിനോടകം തന്നെ ഇസ്രയേലിനും മേഖലയിലെ അമേരിക്കൻ കേന്ദ്രങ്ങൾക്കും നേരെ ഇറാൻ മിസൈലുകൾ തൊടുത്തുവിട്ടു. ഇറാഖിലെയും സിറിയയിലെയും അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ അനുകൂല സായുധ ഗ്രൂപ്പുകൾ ഡ്രോൺ ആക്രമണം ആരംഭിച്ചു. ടെഹ്റാനിലെ ഭരണസിരാ കേന്ദ്രമായ പാസ്റ്റർ ഡിസ്ട്രിക്റ്റിൽ നടന്ന സ്ഫോടനത്തിൽ നിരവധി സർക്കാർ ഉപദേശകരും ഉന്നത ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു.